മുരളി മാഷെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത് 82, 83 കാലഘട്ടത്തിലായിരുന്നു. അന്നായിരുന്നു ഞാൻ ഫിലിം സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി സൊസൈറ്റി ഓഫീസിൽ പോകുന്നത്. അതിനു മുമ്പേ സുരണ്യോഷും വത്സമാഷും സാംസ്കാരിക വേദി പ്രവർത്തകരായിരുന്നുകൊണ്ട് അങ്ങനെയുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മെമ്പർഷിപ്പ് എടുക്കാൻ സൊസൈറ്റി ഓഫീസിൽ പോയപ്പോൾ മുരളി മാഷ് വയസ്സ് എത്രയായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 17 എന്ന്. 17 എന്ന് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു പ്രായം തികഞ്ഞിട്ടില്ല, അതുകൊണ്ട് മെമ്പർഷിപ്പ് തരാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയാതെ അങ്ങനെ ഇന്നപ്പോൾ പിന്നെ വത്സ മാഷ് പറഞ്ഞു ഇല്ല നമുക്ക് ഇപ്പം ചേർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മുരളി മാഷ് എന്നെ മെമ്പറായി സൊസൈറ്റിയിൽ ചേർക്കുന്നത്. പിന്നീട് ഒരു കൊല്ലം എല്ലാ സിനിമക്കും സൊസൈറ്റിയുടെ എല്ലാ സിനിമകൾക്കും ഞാൻ വൈകുന്നേരങ്ങളിൽ പോയിരുന്നു. പിന്നെ അടുത്ത കൊല്ലം മുതൽ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി. അതിനുശേഷമാണ് മുരളി മാഷുമായിട്ട് കൂടുതൽ അടുക്കുന്നതും അങ്ങനെ മാഷോട് പല സിനിമകളെ പറ്റിയും ചോദിച്ചറിയുകയും പല സിനിമകളും മാഷ് ഞങ്ങൾക്ക് വേണ്ടി തിരിച്ച് വീണ്ടും പ്രദർശിപ്പിക്കാൻ കൊണ്ടുവരികയും അങ്ങനെ നല്ല നല്ല കലാമൂല്യമുള്ള പല സിനിമകളും വീണ്ടും കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതും മാഷ് തന്നെയാണ്. അന്ന് മാഷ് സൊസൈറ്റീൻ്റെ കാര്യങ്ങളിൽ വളരെ കർക്കശ സ്വഭാവക്കാരനായിരുന്നു. മാഷ പ്രധാന കാര്യം പ്രൊജക്ടർ, അത് മാഷിൻ്റെ കുട്ടീനെ പോലെയായിരുന്നു മാഷ് പരിപാലിച്ചിരുന്നത്. അതിനെ തൊടാനോ അതിൻ്റെ അടുത്ത് പോകാൻ പോലും മാഷ് ചിലപ്പോൾ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ള ഞങ്ങൾ ദൂരത്തുനിന്ന് നോക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് മാഷ് കുറച്ചും കൂടി അടുത്തപ്പോൾ മാഷ് പ്രദർശനത്തിൻ്റെ സമയത്ത് മാഷയുടെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് മാഷ് പ്രൊജക്ടർ കൈകാര്യം ചെയ്യാൻ തന്നെ എല്ലാ സിനിമകൾക്കും മാഷ് ിക്കുന്നത് അതാണ് മാഷ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ മാഷ് അപ്പം അതുകൊണ്ട് ആരും സിനിമാ സമയങ്ങളിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ മാഷെ പറ്റിയുള്ള ഓർമ്മ